ഇനി ഞാൻ ചോദിച്ച് ബുദ്ധിമുട്ടാക്കുകയല്ല, ഇനി സദസ്സാണ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുക. അതായത് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ, സദസ്സ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കുകയാണ് നിങ്ങളോട് ആരോടെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആരോടെങ്കിലും ഇൻട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനവസരമാണ്. നിങ്ങൾക്കിടെ ചോദ്യങ്ങളില്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇത്രയും 4 ആൾക്കാരെ നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ ചോദിക്കാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേരും സ്ഥലമൊന്നും പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങിക്കോ, അപ്പോൾ അവർക്ക് ആൻസർ ചെയ്യാൻ. എൻ്റെ പേര് അഫ്രീൻ, ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നത്. സോ എൻ്റെ ക്വസ്റ്റ്യൻ എന്താണ്, എപ്പോഴെങ്കിലും കാഴ്ച ഇല്ലാത്തത് എത്ര നന്നായി എന്ന് തോന്നിയ സിറ്റുവേഷൻ ഉണ്ടോ? എന്നെ സംബന്ധിച്ചാണെങ്കിൽ അങ്ങനെ ഇല്ല. നമ്മൾ ഈ കാഴ്ചയില്ലാത്തവർ, ഞാനൊരു ചെറിയ കഥ പറയാം. ഒരച്ഛൻ ഒരു പള്ളിയിലൊരു പ്രസംഗം നടത്താൻ, കാഴ്ചയില്ലാത്തവരുടെ ഒരു പരിപാടിക്ക് പ്രസംഗം നടത്താൻ വേണ്ടി വന്നു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും എത്ര വലിയ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഈ ലോകം എന്തൊരു മോശമാണ്, എന്തെല്ലാം ഭീതിതമായ കാഴ്ചകൾ, തിന്മകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്ക് കാണേണ്ടതില്ലല്ലോ. കർത്താവ് എത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് ചെയ്തതെന്ന്. അപ്പോൾ നമ്മളുടെ ഒരു സുഹൃത്ത് എഴുന്നേറ്റ് പറഞ്ഞു, അച്ചോ, അത്ര വലിയ അനുഗ്രഹം കർത്താവ് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ അനുഗ്രഹം കർത്താവ് അച്ഛനും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന്. അപ്പോൾ ഇത് ഈ കാഴ്ചയില്ലാത്തത് കൊണ്ട് സത്യത്തിൽ കാഴ്ച എന്നുള്ളത് വേറിട്ടൊരു അനുഭവം തന്നെയാണ്. ആ കാഴ്ചക്ക് പകരം വെക്കാൻ വേറൊന്നുമില്ല, ആ കാഴ്ച തന്നെയാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് കാഴ്ചയില്ലാത്ത എത്ര നന്നായി. അതിങ്ങനെ കാഴ്ചയുള്ളവർക്ക് പറയാം, കാഴ്ചയില്ലാത്തവരെ നോക്കിയിട്ട് ഈ ലോകം വളരെ മോശമാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അപ്പം ഞാൻ ചിലപ്പം പറയാറുണ്ട്, എന്നാ ഭാഗ്യം നിങ്ങളെടുത്തോ. എന്നോടൊരാൾ പറഞ്ഞു, നിങ്ങളെയൊക്കെ പടച്ചോ സൃഷ്ടിച്ചത് മറ്റുള്ളവർക്ക് പരീക്ഷണമായിട്ടാണ്, കാണാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ എന്നെ തന്നെ ആക്കണോ? നിങ്ങളെ ആക്കിയാൽ പോരെ, ഞാൻ എന്നെങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലല്ലോ എന്ന്. അപ്പം അതുകൊണ്ട് അങ്ങനെ അതൊരു പൊതുവെയുള്ളൊരു മിത്ത് മാത്രമാണ്. കാഴ്ച ഇല്ലാത്തത് വലിയൊരു അനുഗ്രഹമായിട്ട് നമ്മളങ്ങനെ കാണുന്നേ ഇല്ല. പക്ഷേ നമ്മൾ പറയുന്നത് എന്തേ ഉള്ളൂ, കാഴ്ചയില്ലെങ്കിലും വളരെ സന്തോഷമായിട്ട് ജീവിക്കുക. പടച്ചോനിപ്പോൾ വന്നിട്ട് എന്നോടൊരു വരം ചോദിച്ചാൽ കാഴ്ച വേണമെന്ന് ഞാൻ പറഞ്ഞോളണമെന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് എൻ്റെ തുടങ്ങി വെച്ച വീട് പണി വേഗം പൂർത്തിയാക്കി തന്നാൽ മതി. കാരണം ഞാൻ 40-42 കൊല്ലം കാഴ്ചയില്ലാതെ ജീവിച്ച് വളരെ സന്തോഷമായിട്ട് ഇവിടെ യാത്ര ചെയ്യാനും ജീവിക്കാനും കുടുംബം നയിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പഠിച്ചല്ലോ. ഇനിയിപ്പോൾ കാഴ്ച ഇല്ലെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കാം എന്ന് വെച്ച് കാഴ്ച അറിയാനൊരു അവസരം ഉണ്ടെങ്കിൽ, ബയോണിക്കായി ഇൻസേർട്ട് ചെയ്തിട്ട് ബ്രെയിനൽ ട്രബിളൊന്നും വരുത്താൻ ആഗ്രഹമില്ലെങ്കിലും കാഴ്ച എന്താണെന്ന് അറിയാനൊരു അവസരം കിട്ടി അറിയണം എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ സങ്കടപ്പെടുന്നുമില്ല, വിലപിക്കുന്നുമില്ല. അതില്ലാതെയും സമൃദ്ധമായി ജീവിക്കുക എന്നുള്ളതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂട്ടിച്ചേർക്കുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ അനുഭവം എൻ്റെ ഒരു ഫ്രണ്ട്, ഓനെ ഈ പറഞ്ഞ ഒരാൾ ഇവനോട് നിരന്തരം ഇതിങ്ങനെ പറയും, എന്താലേ നിങ്ങൾക്ക് ലോകത്തിൻ്റെ തിന്മകൾ കാണണ്ടല്ലോ, നിങ്ങൾ തിന്മകൾ കാണണ്ടല്ലോ. ഇതിങ്ങനെ ഇവനോട് പറയും. തിരുവനന്തപുരത്തുകാരനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ ഒരു ദിവസം സഹി കെട്ടിട്ട് ഇവനോ അയാളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്നോട് സ്നേഹം മൂത്തിട്ട് തിന്മകൾ കേൾക്കാതെ ഇരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത് കേട്ടോ എന്ന്. ചെവിയും കൂടെ അടിച്ചോവാനേ, പ്രാർത്ഥിക്കരുത് കേട്ടോ എന്ന്. സത്യത്തിൽ അങ്ങനെ ഒന്നും ഇല്ല പ്രിയപ്പെട്ടവരെ. ഈ ഒന്ന് പേഴ്സണലി കണ്ണ് കാണൂല എന്നുള്ള സംഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തവണ പോലും പേഴ്സണലി ഒരു 0.1% പോലും എനിക്ക് ദുഃഖം തോന്നിയിട്ടില്ല ഇതുവരെ എൻ്റെ ലൈഫിൽ. ഈവൺ ഒരു കാഴ്ചയില്ലാത്ത പെൺകുട്ടീനെയാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതും അവരുടെ കൂടെയാണ് ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അത് വലിയ സംഭവമായിട്ടൊന്നല്ല ഞാൻ പറയണത്. പക്ഷേ എന്നിട്ട് പോലും ഒരു തവണ പോലും അർച്ചോനെ കണ്ണ് കണ്ടിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് പേഴ്സണലി ഇതുവരെ വന്നിട്ടില്ല. ലൈഫിൽ ഒരിക്കലും കാണാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്താണ് ഇതിൻ്റെ അനുഭവം ഒന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് പക്ഷേ എനിക്ക് അത് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് ഇത്. അതിന് ഒരുപാട് സംഗതി, ഒന്ന് പടച്ചവൻ എനിക്ക് തന്നിട്ടുള്ള മൊബിലിറ്റിയും സ്കില്ലും കാര്യങ്ങളും പ്ലസ് ടെക്നോളജിനോടാണ് വലിയ തോതിൽ നന്ദി പറയേണ്ടത്. എൻ്റെ ഒരുപാട് ബാരിയേഴ്സ് ബ്രേക്ക് ചെയ്യുന്നത് ടെക്നോളജി തന്നെയാണ് പേഴ്സണലി. ഓക്കെ, അതാണ് അതിനോട് ചേർത്ത് പറയേണ്ടത്. ഓക്കെ, മാഷാ അല്ലാ. ഹബീബ് സാറ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മൾ യാത്ര ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനൊരിക്കലും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വില്ലേജ് ടൂറിസം എന്നൊക്കെ പറയുന്ന ഒരുപാട് രീതിയിൽ പുതിയ പുതിയ പദ്ധതികളുണ്ട്. ഗല്ലികളിൽ പോയിട്ട് നമ്മളൊരു ദിവസം താമസിക്കാം. ഞാൻ രാജസ്ഥാനിലൊരു ഡെസേർട്ട് ഗ്രാമത്തിൽ, അതായത് മരുഭൂമിയുടെ തൊട്ടടുത്തുള്ളൊരു ഗ്രാമത്തിൽ താമസിച്ചപ്പോൾ
അവിടെ മുകളിൽ ചുള്ളിക്കമ്പുകളാണ് വെച്ചിരിക്കുന്നത്, താഴത്ത് മണ്ണ് തന്നെയാണ് പാകിയിരിക്കുന്നത്. അവരുടെ പൊഹ എന്ന് പറയുന്ന ഭക്ഷണമൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് ഭയങ്കര വൈബായിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിനേക്കാളും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലുള്ള സ്ഥലത്തുനിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 1-2 ദിവസമൊക്കെ അത് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നും. പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്കതെന്ത് ചെയ്യാൻ കഴിയില്ല, അത് അത്ര വലിയ രസമായിട്ട് തോന്നില്ല. പല ആൾക്കാരും പറയാറുണ്ട് കാശ്മീർ എന്ത് രസമാണ് കാണാൻ, ഭംഗിയാണെന്നുള്ളത്. പക്ഷേ എനിക്ക് കാശ്മീരിൽ പലതവണ പോയിട്ടും തോന്നിയത് നമ്മളെ കേരളം തന്നെയാണ് ഏറ്റവും രസം എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഭംഗി നമുക്ക് ഒരു ദിവസം 2 ദിവസമൊക്കെ പോയിട്ട് ആസ്വദിക്കാം. ഒരു കൊല്ലത്തിൽ ആകെ 3-4 മാസം മാത്രമാണ് കാശ്മീരികളൊക്കെ മര്യാദക്ക് എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ബാക്കി സമയമൊക്കെ അവർക്ക് അവരുടെ ഒരുപാട് കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഇപ്പം ചില ആൾക്കാർ കാനഡയിൽ പഠിക്കുന്ന കുറേ ആൾക്കാർ നമ്മളോട് പറയാറുണ്ട് കാനഡ നമ്മളുടെ പല ആളുകളുടെയും സ്വപ്ന ഭൂമിയാണ്. പക്ഷേ കാനഡയിൽ പോയ ആൾക്കാർ പറയാറുണ്ട് അവിടെ ലിവിങ് ഞങ്ങൾ പുറത്തുനിന്ന് കാണുന്നതും ഫോട്ടോയിൽ ഭയങ്കര രസമാണ് ആ ഓട്ടം സീസണൊക്കെ. പക്ഷേ ജീവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അത് അത്ര രസമുള്ള കാര്യമല്ല എന്നുള്ളത്. അപ്പം നമ്മൾ വേണമെങ്കിൽ അക്കരപ്പച്ച എന്നൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി ഇതായിട്ട് പറയാൻ പറ്റും. എൻ്റെ പേര് ഖദീജ ഫത്തൻ, ഞാൻ വരുന്നത് കോഴിക്കോട് നിന്നാണ്. എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ കാഴ്ച തിരിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആദ്യം ഒരു കാര്യം എന്തായിരിക്കും? ആദ്യത്തെ കാര്യം എന്തായിരിക്കും? ഒരു ക്യൂരിയോസിറ്റി പർപ്പസാണ്. കാഴ്ച തിരിച്ചു കിട്ടിയാൽ എനിക്ക് എൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ, മക്കൾ, അനിയൻ, ഉപ്പ, ഇത്രയും ആളുകളെ ഒന്നിച്ച് കാണണം എന്നതിനാണ്. കാരണം ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ അവരാണല്ലോ. അപ്പോൾ അതല്ലാതെ അവരനുഭവിക്കാത്തത് കൊണ്ടൊന്നല്ല, പ്രാഥമികമായി എൻ്റെ പെട്ടെന്ന് എനിക്ക് തോന്നിയപ്പോൾ ഞാനങ്ങനെ കാഴ്ച കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് ഒരിക്കലും ജീവിതത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാത്ത ഒരാളാണ്. എങ്കിലും ഇത്രയും ആളുകളെ നേരിട്ടൊന്ന് കാണണം എന്നുള്ളത് തന്നെയായിരിക്കും ആ പ്രയോറിറ്റി. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ഏറെക്കുറെ ഒരു പ്രയോറിറ്റിയിൽ തന്നെ ഇവരെയൊക്കെ ഒന്ന് കാണണം തന്നെ ആയിരിക്കും തോന്നുന്നു. ഞാനീ പറഞ്ഞ പോലെ ഇവരെയൊക്കെ കാണണം എന്ന് വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. വൈഫും ഉമ്മയും ഉപ്പയും മരിച്ചുപോയി. വൈഫ്, മക്കൾ, കാക്ക ഇവരെയൊക്കെ കാണണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്പം എനിക്കിങ്ങനെ തോന്നിയതേ, നിങ്ങളൊന്നും വിചാരിക്കരുത്, എനിക്ക് കുറച്ച് കണ്ടാൽ മനസ്സിലാവാത്ത കുറച്ച് സിനിമകൾ കാണണം. ടു ബി ഓണസ്റ്റ്, മനസ്സിലേക്ക് വന്നൊരു സാധനം അതാണ്. അതായത് ചില സിനിമ ഉണ്ടാവും, ഒരു ഡയലോഗ് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത് നമ്മളെ നെറ്റിൽ നിന്ന് ഫോൺ ചെയ്യണമായിരി ആ കോലത്തിലുള്ള സിനിമകളുണ്ട്. സിനിമ കാണുന്നതിൻ്റെ വിധിയും ഇതൊക്കെ ഇത് ചെയ്യട്ടെ. ഞാൻ സിനിമ കാണുന്നൊരു വ്യക്തിയാണ് പേഴ്സണലി. അപ്പം അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് വഴിയിൽ വെച്ച് മനസ്സിലാവാത്ത കുറേ സിനിമ. ക്ലൈമാക്സുകൾ ഒട്ടും മനസ്സിലാവാത്ത ഒരുത്തനെ സിനിമ ക്ലൈമാക്സ് അതെനിക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുത്തനെ പൈസ കൊടുത്ത് 2ാമത് കാണാൻ വേണ്ടി ഓനൊരു വട്ടം കണ്ടതാണ്. എന്നിട്ട് തിയേറ്ററിൽ പോയി. എന്നിട്ട് ഞാൻ ഈ ക്ലൈമാക്സ് എനിക്ക് പറഞ്ഞു തരണേ എന്ന് ഓനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഓനെ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്. 90 റുപ്യ എടുത്ത് ഓൻ്റെ ടിക്കറ്റ് എടുത്തിട്ട്. എന്നിട്ട് ക്ലൈമാക്സിൻ്റെ ടൈമിൽ ഞാൻ ഓനോട് ചോദിച്ചു എന്താടാ കാണിക്കണേ, എല്ലാവരും കൈയടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്താടാ കാണിക്കണേ. അപ്പോൾ ഓന് മുണ്ടാന്ന് ഞാൻ അത് കാണട്ടെ. അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ പേഴ്സണലി അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അല്ലാതെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് തന്നെ ചെയ്യാം സത്യം പറഞ്ഞാൽ. ഇതുവരെ ഇവർ പറഞ്ഞ എല്ലാ കാര്യവും ഞാനും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബ ബന്ധക്കാരുടെ മുഖങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ കണ്ട് ആസ്വദിക്കണം എന്നുള്ളൊരു വിചാരം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ ഉപരി എൻ്റെ വീട്ടിൽ നിന്ന്, അതായത് കാഴ്ച കിട്ടിയതിന് ശേഷമുള്ള കാര്യമാണ് പറയണത്, എൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തമായി ഞാൻ ഇതുവരെ പോകാത്ത ഒരു പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. കാരണം ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞതല്ല, ഞാൻ വളരെ നാളുകളായിട്ട് മനസ്സിൽ ഇട്ട് നടക്കുന്ന ഒരു സാധ്യതയാണ് അല്ലെങ്കിൽ ഒരു കാര്യമാണ്. ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, കാഴ്ച കിട്ടിയാൽ എന്തൊക്കെ കാര്യം ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യും. അപ്പം ഞാൻ ഒറ്റക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നടക്കല്ല ഓടുമായിരിക്കും ചെയ്യുക ആ ഒരു വെപ്രാളത്തിൽ. എന്നിട്ട് ഇങ്ങനെ നമ്മൾ പോകാത്ത ഈ ഏതെങ്കിലും പള്ളികൾ തിരഞ്ഞെടുത്ത്, നമ്മൾ പോകുന്ന പള്ളി എന്ന് പറയുമ്പോൾ അത്
പൊതുവേ നമുക്ക് പരിചയം കാണുമല്ലോ. അപ്പോൾ അവിടെയൊന്നും അല്ലാതെ പുതിയൊരു സ്ഥലത്ത് പോയിട്ട് ഇത് പിന്നെ നമസ്കരിച്ച് പോരണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ച കിട്ടിയാലുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. ഞാൻ ആദ്യ സമയത്ത് കാഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മർഹൂം എൻ്റെ ഉപ്പയെ കണ്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാൻ്റെ ഖബർ ജീവിതം സന്തോഷമാക്കട്ടെ. അതുപോലെ സഹോദരന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ചോദ്യം ചോദിച്ച സമയത്ത് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഇബാദത്തുകളെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഓരോ സ്വഭാവത്തും ഓരോന്ന് പറഞ്ഞു. രാത്രി നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സ്വതക്ക കൊടുക്കണം, സക്കാത്ത്, അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു. മഹാനായ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, എനിക്ക് മുത്തുനബി തങ്ങളുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം ഹബീബായ തങ്ങൾ നിൽക്കുന്ന മദീനയുടെ പച്ചക്കുബ്ബ അത് കാണുക. അതുപോലെ തന്നെ ഹജ്ജിന് പോയവർ, ഉംറക്ക് പോയവരൊക്കെ പറയുന്നതായി കാണാം. നമ്മൾ ആദ്യ സമയത്ത് ഈ കഅബ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ മനസ്സൊരു പെടപെടക്കൽ. അപ്പം അത് രണ്ടും കാണുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ നിലവിലുള്ള കാഴ്ച വന്നാലുള്ള ഏറ്റവും വലിയ അഭിലാഷം. മാഷാ അല്ലാഹ്, സന്തോഷം. ഖദീജക്ക് ഒന്നുകൂടി ചോദിക്കാനുണ്ട് അല്ലേ? അപ്പം നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ തന്നെ താല്പര്യമില്ലേ? ബാക്കിയുള്ളവരെ മെൻഷൻ ചെയ്തു, പക്ഷെ നിങ്ങൾ തന്നെ കാണാനൊരു അതിൻ്റെ വിഷയം എന്താണെന്നറിയോ മോളെ? നമ്മളുടെ ഒരു സങ്കല്പത്തിലെ ഈ വിഷ്വൽ ഫ്രെയിം വർക്ക് എന്നുള്ളത് നമ്മളുടെ സങ്കല്പത്തിൽ എവിടെയില്ല. ഇപ്പോൾ കുട്ടി സംസാരിക്കുമ്പോഴേ കുട്ടിയുടെ രൂപം എന്തായിരിക്കും? സത്യത്തിലൊരു തീരെ ജന്മനാ കാഴ്ചയില്ലാത്ത ഒരാൾക്ക് ഇരുട്ടും വെളിച്ചവും എന്താണെന്ന് അറിയാത്ത ഒരാളെ സംബന്ധിച്ച് മുഖത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ശാരീരിക പ്രകൃതി പിന്നെ കണ്ണിൻ്റെ ഒരു ശബളിമയൊന്നും നമ്മളെ മനസ്സിലേക്ക് വരുന്നേ ഇല്ല. അതുകൊണ്ട് ഞാൻ സുന്ദരനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്നാലും എന്നെ കാണണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോഴും എനിക്ക് തോന്നിയത് എൻ്റെ ഉമ്മയെയും ഭാര്യയും മക്കളെയും ഒക്കെ കാണണം എന്നാണ്. ഇനിയിപ്പോൾ ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നേച്ചറലി ഇപ്പം എനിക്ക് കണ്ടല്ലോ. മാത്രമല്ല ഇപ്പം എന്നെ കണ്ടിട്ട് എനിക്കെന്താ ആഹ്ലാദമാണെന്നാണ്. നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലഷർ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പം. അങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല കേട്ടോ. അത് മതി, എല്ലാവർക്കും അത് തന്നെയാണ്. അത് മതി. കാഴ്ചയുടെ ഒരു പ്രീഒക്കുപേഷൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാഴ്ച കിട്ടിയാൽ എന്ത് ചെയ്യും എന്നുള്ളതിന് പകരം നിങ്ങൾ കാഴ്ച ഇല്ലാതെ ജീവിക്കുമ്പോൾ കുടുംബജീവിതവും പഠിപ്പിക്കലും യാത്ര ചെയ്യലും അങ്ങനെയൊക്കെയുള്ള സമയത്ത് നിങ്ങൾക്കുള്ള അനുഭവങ്ങളെ കുറിച്ച് ചോദിക്കണം എന്നാ ഞാൻ പറയാ. ഗ്രേറ്റ്, ഗുഡ്. യെസ്, ഫർസീൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫർസീൻ ചോദ്യം ചോദിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ ഫർസീൻ. ഞാൻ വരുന്നത് മേലാറ്റൂർ എന്ന സ്ഥലത്തു നിന്ന്. എൻ്റെ ചോദ്യം നാസി ഉസ്താദിനോടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കണ്ട, ഇപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞല്ലോ, അന്ന് കണ്ട ഒരു മൊമെൻ്റ് ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പറയാമോ? കുറേ സാഹചര്യങ്ങളുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ ഓർമ്മയിലുള്ളത് ഞാൻ പഠിക്കാൻ പോയ സമയത്ത്, അഥവാ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള ഉസ്താദുമാരുടെ ഒരു ആശീർവാദം ഒരു സമയത്ത് കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മളെ പഠനത്തിൽ പരീക്ഷയ്ക്ക് മാർക്കൊക്കെ വാങ്ങുമ്പോൾ അത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും പറയുമ്പോൾ അവരുടെ മുഖത്തിലൊരു പുഞ്ചിരിയുണ്ട്. അതാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ മനസ്സിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സംഗതി. കാരണം പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ട് ഇന്നത്തേക്ക് 37ാമത്തെ ദിവസം. അപ്പം ഇങ്ങനെ ഉപ്പാൻ്റെ ഓർമ്മകൾ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ഫ്രെയിമാണ് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ നാസി ഉസ്താദിനോട് ഇവിടുത്തെ കുട്ടികൾക്ക് എനിക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കുകയാണ്. ഉസ്താദിന് കാഴ്ച പോയിട്ട് ഇപ്പം എത്ര വർഷമായി? ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം. 10ാം ക്ലാസ്സിന്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇരുട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഒരു വെളിച്ചമുണ്ട്, നൂറുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്, കാഴ്ച പോയി കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ പറയുന്ന കണ്ണ് കാണാത്തവരൊക്കെ ഇരുട്ടിലാണെന്നാണല്ലോ. നിങ്ങൾക്ക് കാഴ്ച പോയിട്ട് അങ്ങനെ ഒരു ഇരുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇരുട്ട് അനുഭവപ്പെട്ടിട്ടില്ല, ഒന്നും തിരിയണില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
നമ്മൾ പൊതുവേ പറയില്ലേ കണ്ണ് കാണാത്തവരൊക്കെ ഇരുട്ടിലാണെന്ന്. ഈ കണ്ണ് കാഴ്ച ഒരാൾക്ക് പോയാൽ പോലും, പൂർണ്ണമായി കാഴ്ച പോയാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ഒരു ഇരുട്ടും വെളിച്ചവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാഴ്ചയില്ലാത്ത ഒരാൾ എത്തിച്ചേരും. അയാൾക്ക് പിന്നെ ഇരുട്ടും വെളിച്ചവും ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാ സ്ഥലങ്ങളിലും പറയില്ലേ ഇരുട്ടിൻ്റെ ലോകത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യർ, അങ്ങനെ ഇരുട്ടേ ഞങ്ങൾക്കില്ല. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങൾ? യെസ്, പ്ലീസ് കം ഹിയർ. നമ്മളെ നിശാന്ത് സാറും ഫറൂഖ് പ്രൊഡക്റ്റാണ് ഇന്ന് ജഡ്ജായിട്ട് വന്നാണ്. ഫറൂഖ് കോളേജിൽ എൻ്റെ ജൂനിയർ കൊമേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ലോഗോ ബ്രാൻഡ് എന്ന് പറയുന്ന കോഴിക്കോട് ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ഫേമിൻ്റെ ക്രിയേറ്റീവ് ഹെഡാണ്. ഞാൻ ജസ്റ്റ് ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യന് ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് ചോദിക്കുകയാണ്. സാറ് ഒക്കെ കുറേ ബുക്സും ലിറ്ററേച്ചറും ഇതൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പം ഈ ഓർവെൽയുടെ ബുക്സൊക്കെ വായിക്കുമ്പോൾ മൂപ്പർ അതിൽ ചെയ്യുന്നൊരു വേൾഡ് ബിൽഡിംഗ് ഉണ്ട്, ആ ഒരു വേൾഡിൻ്റെ ഒരു സെറ്റപ്പും അതൊക്കെ. അപ്പം സാറിൻ്റെ കാഴ്ചയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ വിഷ്വൽ ഫ്രെയിം വർക്ക് ഇല്ലാത്ത ഒരു വ്യക്തിയുടെ മൈൻഡിലുള്ള നമ്മളുള്ള ഇപ്പോൾ ഉള്ള വേൾഡ് സെറ്റപ്പ് എങ്ങനെയാണ്? നിങ്ങൾ സ്പേസിന് അല്ലെങ്കിൽ ഒരു ഷേപ്പിനെ എങ്ങനെയാണ് കൺസീവ് ചെയ്യുന്നത്? അതൊരു വെർബലി ആണോ അല്ലെങ്കിൽ ഒരു ടച്ചിൻ്റെ പുറത്താണോ? ഇതിനെ സത്യം പറഞ്ഞാൽ ഇതിനെ വളരെ വേറൊരു തരത്തിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യം, സാഹിത്യ അനുഭവങ്ങളെ നിങ്ങൾ ആസ്വദിക്കുമ്പോഴേ വിഷ്വൽ കണ്ടൻറ് എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഞാനും ഇരിക്കുന്നുണ്ട്. നിങ്ങളിവിടെ കറങ്ങുന്ന ഫാനും അപ്പുറത്തെ കുട്ടികളും അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും പന്തലിൻ്റെ മുകളിലുള്ള ലൈറ്റും താഴെ വിരിച്ചിട്ടുള്ള കാർപ്പറ്റിൻ്റെ കളറും ഒക്കെ കാണുന്നില്ലേ? ഞാൻ ഇതൊന്നും കാണാതല്ലേ ഇവിടെ ഇരിക്കുന്നത്. എന്ന് വെച്ച് ഈ കസേര ഞാൻ തൊട്ടിട്ടുണ്ട്, കസേരയുടെ സ്ട്രക്ചർ എനിക്കറിയാം, അതെൻ്റെ തൊട്ടതിൽ നിന്നുള്ള അനുഭവമാണ്. മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ജയ്സൽ എൻ്റെ സ്റ്റുഡൻ്റാണ്. ജയ്സലിൻ്റെ കൈ ഞാൻ തൊട്ട അനുഭവമുണ്ട്. ഇവിടെ ചവിട്ടുമ്പോൾ പലകകൾ ചേർത്ത് ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഞാൻ എങ്ങനെയാണോ ജീവിതത്തെ അനുഭവിക്കുന്നത് അത് തന്നെയാണ് സാഹിത്യ ലോകത്തും. നമുക്ക് ഒരു സാഹിത്യകൃതി, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നോട് ചോദിച്ചു, ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുമ്പോഴേ ചെതലി മലയും പാലക്കാടൻ പ്രകൃതിയും കുന്നും മലകളും പൂക്കളും കാടും ഒക്കെ നിങ്ങളെങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പാലക്കാടൻ കാറ്റുണ്ട്, പല അനുഭവങ്ങളുണ്ട്, പല കഥാപാത്രങ്ങളുണ്ട്, അവരുടെ വ്യഥകളും ആദികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ വിഷ്വൽ ഫ്രെയിം വർക്ക്, എന്നോട് നിങ്ങളൊരു രംഗത്തെ വർണ്ണിക്കാൻ പറഞ്ഞാൽ എനിക്ക് കാണില്ലെങ്കിലും ഭാഷാപരമായ അനുഭവത്തിലൂടെ എനിക്ക് എത്ര വേണമെങ്കിലും വർണ്ണിച്ചു തരാം. ലോകത്തിലെ ഏറ്റവും മഹത്തായ വിഷ്വൽ വർണ്ണനകളുള്ള 2 കൃതികൾ ഗ്രീക്ക് രചയിതാവായ ഹോമർ രചിച്ച ഇലിയഡും ഒഡീസിയാണ്. ഹോമർക്ക് തീരെ കണ്ണ് കാണില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ മിൽട്ടൺ എഴുതിയ കൃതികളിൽ മിൽട്ടൺ ആദ്യം കണ്ണ് കാണുമായിരുന്നു, പിന്നെയും വീണ്ടും മിൽട്ടൻ്റെ കാഴ്ച പോയി. മിൽട്ടൺ മനോഹരമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് രൂപങ്ങളെ ഇപ്പോൾ ഒരു മുഖത്തിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ മുഖം വർണ്ണിക്കുമ്പോൾ തൊട്ട രൂപമേ എനിക്കറിയാൻ പറ്റുള്ളൂ. ഭാഷാപരമായ വർണ്ണനകൾ എത്രയും തുടുത്ത മുഖത്ത് കവിള് തുടിച്ചു നിൽക്കുന്ന 5 മീശ താടി രോമങ്ങൾ അങ്ങിങ്ങായുള്ള കുറ്റി മീശയായി വെട്ടിയാന്ന് എനിക്കും വർണ്ണിക്കാം. പക്ഷേ അത് തൊട്ടുള്ള അനുഭവമോ അല്ലെങ്കിൽ അത് വായിച്ചുള്ള അനുഭവമേ ഉള്ളൂ. ഇപ്പോൾ കല്യാണം കഴിയാത്ത ഒരു സ്ത്രീയുടെ രൂപം എന്താണെന്ന് അറിയാത്ത ആഷിക്കിനോട് ഒരു പെണ്ണിൻ്റെ ശരീരഘടന ചോദിച്ചാൽ സാധാരണഗതിയിൽ നമ്മളുടെ ഒരു സെറ്റപ്പിൽ ആഷിക്കിനത് പറയാൻ പറ്റില്ല. എനിക്കോ ജയ്സലിനോ പറയാൻ പറ്റും, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വായനയിലൂടെയോ സംഭാഷണങ്ങളിലൂടെയോ നേടിയത് മാത്രമായിരിക്കും ആഷിക്കിൻ്റെ അനുഭവം. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അത് നിങ്ങൾ കാഴ്ചയുള്ളവർ അനുഭവിക്കുന്ന തലത്തിലല്ല. പല അനുഭവങ്ങളും പല തലത്തിലാണ്. നമ്മുടെ എന്തൊക്കെ റെസിജ്വൽ അനുഭവങ്ങൾ നമുക്കുണ്ടോ അതാണ് നമുക്ക് അത്തരം കോൺസെപ്റ്റുകൾ നടക്കുന്നത്. സാഹിത്യ പ്രപഞ്ചത്തിലും വലിയ വർണ്ണനകൾ, ഇപ്പോൾ ഒറ്റ ഇത് പറയാം, മഞ്ഞണിപ്പൂനിലാവ് പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞളരച്ചു വച്ചു നീരാടുമ്പോൾ എന്ന് പറഞ്ഞാൽ ആ നിലാവിൻ്റെ മഞ്ചിമയാണ് അവിടെ വർണ്ണിക്കുന്നത്. അതെങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ മഴവില്ലു പോലെയുള്ള ചിരി എന്ന് പറഞ്ഞാൽ വർണ്ണത്തിലുള്ള ചിരിയാ. പളുങ്കുപാത്രങ്ങൾ വളപ്പൊട്ടുകൾ വീണുടയുന്നത് പോലുള്ള ചിരി എന്ന് പറഞ്ഞാൽ അവിടെ ശ്രവ്യാനുഭവം കൂടി ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരും.
അങ്ങനെയാണ് ജീവിതം. എങ്ങനെയാണോ ഇപ്പോൾ കണ്ണ് കാണാത്തവരും കാണുന്നത് എന്ത് എല്ലാവരും പറയും സ്വപ്നമാണെന്ന്. കണ്ണ് കാണാത്തവർ സ്വപ്നം കാണുന്നേ ഇല്ല. സ്വപ്നം കാണുകയാണോ? നിങ്ങളൊരാൾ കഴുത്തിൽ കുത്തിക്കൊല്ലുന്നത് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങളിങ്ങനെ കിടന്നിട്ട് അപ്പുറത്തെ ചില്ല് ഫ്രെയിം വർക്കിൽ ഒരാൾ കഴുത്തിൽ കുത്തുന്നതല്ലല്ലോ നിങ്ങൾ കാണുന്നത്. നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ഇവിടെ മുറിവുണ്ടോ എന്ന് തൊട്ട് നോക്കൂലേ? അപ്പോൾ ജീവിതത്തിൽ അനുഭവം എന്താണോ അതാണ് സാഹിത്യത്തിലും സ്വപ്നത്തിലും ഒക്കെ നമുക്ക് അതിൻ്റെ പരിച്ഛേദങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഒറ്റ ചോദ്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് പെർഫോമൻസിലേക്ക് കടക്കാം. എൻ്റെ പേര് ഫാത്തിമ, കണ്ണൂരിൽ നിന്നാണ്. അപ്പോൾ ഈ കാഴ്ചയില്ലാത്തവരെ പൊതുവെ ആൾക്കാർ സഹായിക്കുമല്ലോ. അപ്പോൾ കൂടെ നിന്നിട്ട് സഹായിച്ചിട്ട് അങ്ങനെ ചതിച്ചവരുണ്ടോ? ലൈക്ക് മോഷണം. അതായത് മനുഷ്യന്മാർ നിങ്ങളെ ചതിച്ച് ഈ ഒരു പരിമിതിയെ ചൂഷണം ചെയ്ത ആളുകൾ ഉണ്ടോ എന്നാണ് ചോദ്യം. രണ്ടനുഭവം പറയാണ്ട്. പടച്ചോൻ സഹായിച്ചേ ഒരുവിധം സാധനത്തിനൊക്കെ എനിക്ക് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഒരു ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ഇതേമാതിരി ഒരാൾ ഓട്ടോറിക്ഷയിൽ ഞാൻ കയറി. അപ്പോൾ അന്നൊന്നും ഞാൻ നോട്ടുകൾ മര്യാദയ്ക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കൂലേനും. പേഴ്സിൽ കൃത്യമായിട്ട് ഇന്നിപ്പോൾ 3 കള്ളിയുള്ള പേഴ്സ് ഉണ്ടായി കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടാണ് നോട്ട്സൊക്കെ ഞാൻ വെക്കൽ. കറൻസി തൊട്ടാൽ അറിയാൻ കാഴ്ചയില്ലാത്തവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് പോലും പറ്റൂല. തൊട്ടാലേ നമുക്ക് മനസ്സിലാവില്ല, ഇത് മനസ്സിലാവില്ല. അതാണ് അതിൻ്റെ ബേസിക് പ്രശ്നം. ഏതായാലും അങ്ങനെ ഞാൻ ഒരു ഓട്ടോറിക്ഷ കയറി. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷക്കാരനോട് 47 രൂപയായിരുന്നു ഓട്ടോ, 47 രൂപ. അപ്പോൾ ഞാൻ 100 ആണെന്ന് കരുതി 500 രൂപ കൊടുത്തിട്ട് അയാളോട് ഞാൻ ചോദിച്ചു, ഏട്ടാ അത് 100 അല്ലേ? അപ്പോൾ അയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അയാൾ പറഞ്ഞു അതെ 100 രൂപയാണ് എന്ന് മുമ്പ് പറഞ്ഞു. 47ൻ്റെ ബാക്കി കൃത്യമായി 53 റുപ്യ തന്ന് ബാക്കി 400 റേറ്റ് മൂപ്പര് പോയി. അള്ളാഹു നന്നാക്കട്ടെ. രണ്ടാമത്തെ ഒരു അനുഭവം സുഹൃത്തുക്കളെ, രണ്ടാമത്തെ വല്ലാതെ മനസ്സ് തട്ടിയ ഒരനുഭവമാണ്. അത് എൻ്റെ കാക്കക്കുണ്ടായൊരനുഭവമാണ്. പരപ്പനങ്ങാടിയിൽ മുമ്പൊരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു. അംജുവിനറിയില്ലേ? പരപ്പനങ്ങാടി ഒരു ലെവൽ ക്രോസ് ഉണ്ടായിരുന്നു. പരപ്പനങ്ങാടി ചെമ്മാട് റോഡിനെ ചെയ്യുന്ന ഒരു ലെവൽ ക്രോസ് ആയിരുന്നു, റെയിൽവേ ക്രോസ്. അപ്പോൾ ഈ ലെവൽ ക്രോസ് കാക്ക എന്താ ചെയ്യല് വെച്ചാൽ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ ആ ട്രെയിൻ പോയി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ട്രെയിൻ പോയിട്ടാണ് കാക്ക അപ്പുറത്തേക്ക് കടക്കുക. അപ്പോൾ ഒരു ചങ്ങായി ഇതേമാതിരി കാക്കനെ ഞാൻ അപ്പുറത്തേക്ക് കടത്തിത്തരാം എന്ന് പറഞ്ഞു. കാക്ക പറഞ്ഞു വേണ്ട കുഴപ്പമില്ല, ഞാൻ ട്രെയിനിൽ പോയിട്ടേ ഞാൻ ഒറ്റയ്ക്ക് നടന്നോളൂ, കുഴപ്പമൊന്നുമില്ല. അല്ലല്ല നിങ്ങൾ പോരി എന്ന് പറഞ്ഞിട്ട് ഇയാൾ പിടിച്ചു. ഇയാൾ പിടിച്ചത് കാക്കൻ്റെ കയ്യുമ്മൽ ഇയാൾ പിടിച്ചു. ഇങ്ങനെ നടന്നു പോവുകയാണ്. പെട്ടെന്ന് ട്രെയിൻ വരുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. വല്ലാഹി ഉണ്ടായ സംഭവമാണ്. ഇയാൾ കാക്കൻ ആ നടുവിലിട്ട് ഇയാൾ പോയി. നടുവിലിട്ട് ഇയാൾ പോയി എന്ന് പറഞ്ഞാൽ കാക്ക അവിടെ ഇങ്ങനെ നിന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾക്കാരൊക്കെ ആർക്കുന്നുണ്ട്, പക്ഷെ ആർക്കും വരാനുള്ള ഒരു ഇതില്ല. കുറേ താത്തമാർ കരയുന്നുണ്ട് അത്രേ. കാക്ക അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നിങ്ങനെ ചൊല്ലി. എൻ്റെ ഉമ്മ എന്നും ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ഉമ്മമാരും പ്രാർത്ഥിക്കും, പടച്ച റബ്ബേ എൻ്റെ മക്കളെ ഒരു ആഫത്തും ഇല്ലാതെ തിരിച്ചെത്തിക്കണേ. ട്രെയിന് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തൊട്ടപ്പുറത്തെ ട്രാക്ക് കൂടെ ഇനും പോയത്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. കാക്ക ട്രെയിൻ പോയ ഉടനെ കാക്ക അവിടെ ഇരുന്നു. കാക്ക അങ്ങോട്ട് കരഞ്ഞുപോയി. കാക്ക ഈ ചങ്ങായിനെ വിളിച്ചിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു എന്നൊക്കെയാണ് അന്ന് ഉണ്ടായ ബാക്കി സംഭവം. ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് എനിക്ക് ടോപ്പ് ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. അറിയോ? KSRTC സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റാണ്. അവിടേക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചങ്ങായി അപ്പുറത്തേക്ക് ഞാൻ കടത്തി തരാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തേക്ക് കടത്തി തന്നിട്ടുണ്ടല്ലോ ചങ്ങായിമാർ. ഈ ടോപ്പ് ഫോം ഹോട്ടലിലേക്ക് എത്തിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞു വീട്ടിലാകെ പ്രശ്നമാണ്, എനിക്കൊരു 50 റുപ്യ തരണം. സത്യമായിട്ട് ഇതോ എൻ്റെ ലൈഫിൽ ഉണ്ടായ സംഗതികളാണ് ഇതൊക്കെ. ഇതിൻ്റെ രസം എന്താ പറയുക, ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ 30 റുപ്യ ഉള്ളൂന്ന്. ഇത് കഷ്ടപ്പെട്ട ചങ്ങായിൻ്റെ കയ്യുമ്മലും തൂങ്ങി നടന്നിട്ട് 50 റുപ്യ വാങ്ങുക പറഞ്ഞാൽ. അപ്പോൾ
ഇങ്ങനത്തെ മനുഷ്യന്മാരും ലോകത്തുണ്ട്. പക്ഷെ കൂടുതൽ ആൾക്കാർ ഹെൽപ്പ് ചെയ്യണവർ തന്നെയാണ് കേട്ടോ. ചാമ്പൽ നല്ല കുടുങ്ങിക്കണേ, എന്നാലും കൂടുതൽ ആൾക്കാർ ഹെൽപ്പ് ചെയ്യണവർ തന്നെയാണ്. താങ്ക് യു. ഇതിൽ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഈ ഓട്ടോ എക്സസ് റേറ്റൊക്കെ വാങ്ങിയിട്ട് പറ്റിച്ച സന്ദർഭങ്ങളുണ്ട്. കണ്ണ് കാണാത്തോണ്ടൊന്നല്ല, നമുക്ക് ആ പ്രദേശത്തുള്ള പരിചയമില്ലായ്മയാണ്. 2 അനുഭവങ്ങളാണ് ഇതിൽ ശ്രദ്ധയായിട്ട്, ഒന്ന് പറ്റിച്ചതല്ല. ജയ്സൽ പറഞ്ഞ പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ട്, ഞാനും 2 സുഹൃത്തുക്കളും കൂടി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നു പോവുമായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ വൈറ്റ് കെയിൻ ഓപ്പൺ ആയിട്ട് ഞാനിങ്ങനെ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ വടി കൊണ്ട് ഇങ്ങനെ തൊട്ടിട്ട് നടക്കുകയാണ്. എൻ്റെ ഒരു കാഴ്ചയില്ലാത്ത സുഹൃത്തിൻ്റെ കൂടെ ഉണ്ട്, അപ്പുറത്ത് വേറൊരാളുണ്ട്. പെട്ടെന്ന് 2 കമ്പാർട്ട്മെൻറ്റുകൾ, നേത്രാവതി എക്സ്പ്രസ്സിൽ കയറാൻ ജനറൽ കോച്ചിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് 2 കമ്പാർട്ട്മെൻറ്റുകൾക്കിടയിലേക്ക് ഒരു ഗ്യാപ്പ് വന്നു. വടി ഇങ്ങനെ തെറിച്ചു പോയി. ഞാനും താഴെ പോയി, നേരെ ചെന്നിട്ട് വീണിട്ട് പാളത്തിൽ ചവിട്ടി അവിടെ നിന്നു. വടി ഒരു പാളത്തിൻ്റെ മുകളിൽ കുത്തി അവിടെ നിന്നു. പെട്ടെന്ന് ആരോ വന്നിട്ട് എന്നെ വലിച്ച് കയറ്റി. ഒരു 10 സെക്കൻഡും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഒരു പക്ഷേ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ എന്നെ കൊണ്ടുപോയ ആളുടെ ഒരു ശ്രദ്ധക്കുറവ് എന്ന് പറയാം. പിന്നെ ഒരിക്കൽ ഉണ്ടായ ഒരു രസകരമായ അനുഭവം, ഒരു ബസ് കാണിച്ചു തരുമെന്ന് വെച്ചു, KSRTC പിന്നെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ. കാണിച്ചു തരാം, ഒരു 20 രൂപ എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ കാണിച്ചു തരണ്ട, എനിക്കല്ലാണ്ട് പിന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലാതെ പൊതുവിൽ ഈ പൈസ വാങ്ങിയിട്ട് 2-3 തവണ തിരുവനന്തപുരത്ത് ഓട്ടോക്കാർ എന്നെ അതുപോലെ ഡൽഹിയിലൊരു പ്രാവശ്യം വലിയ ചെറിയ ഇവിടുന്ന് ഈ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ സ്റ്റാൻഡ് വരെ പോകുന്ന ദൂരത്തേക്ക് 250 രൂപ വാങ്ങിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇപ്പോഴാണെങ്കിൽ കൊടുക്കൂല, അന്ന് നമുക്കറിയാത്തൊരു ആ പ്രദേശത്തെക്കുറിച്ച് വലിയ പരിചയങ്ങളില്ലാത്തൊരു കാലമായതുകൊണ്ട് അന്ന് പറ്റിച്ചു പോയിട്ടുണ്ട് എന്നല്ലാതെ പൊതുവിൽ കണ്ണ് കാണാത്തതുകൊണ്ട് വലിയ. പിന്നെ ഈ കാഴ്ചയില്ലാത്ത ആൾ എന്ന നിലക്ക് നമ്മൾ ഇടപഴകുമ്പോൾ, ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞ് നിർത്താം. ഈ ഒരു പ്രാവശ്യം ഞാനൊരു പിന്നെ എന്തെങ്കിലും നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു പ്രൊമോഷൻ്റെ ഫയലൊക്കെ ശരിയാക്കി. അപ്പോൾ ഇതൊന്ന് അടുക്കി വെക്കാൻ ചിലപ്പോൾ നമ്മളെ കാഴ്ചയുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ സേവനം വാങ്ങുകയാണെന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊരു പ്രാവശ്യം അങ്ങനെ ഒരു പ്രാവശ്യം കഴിഞ്ഞു ഒക്കെ അനുഭവം. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറേ സർട്ടിഫിക്കറ്റ്സൊക്കെ എൻ്റെ പ്രൊമോഷൻ്റെ ഒക്കെ കഴിഞ്ഞോ, രക്ഷപ്പെട്ടു കഴിഞ്ഞല്ലോ എന്ന്. അപ്പോൾ എന്നോടൊരാൾ പറയാം, വളരെ വേണ്ടപ്പെട്ട ഒരാൾ, ആ എക്സ് ഉണ്ടായതുകൊണ്ട് പിന്നെ ചെക്കൻ ഉണ്ടായതുകൊണ്ടും നന്നായി, ഇല്ലെങ്കിൽ കാണായിരുന്നു എന്ന്. ഇതുപോലത്തെ ഒരുപാട് കുത്തുവാക്കുകൾ ഈ കാഴ്ചയില്ലായ്മ ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പലതും നമ്മളെന്തോ സൗജന്യം പറ്റുകയാണ് എന്നുള്ള അർത്ഥത്തിൽ കാഴ്ചയില്ലായ്മയുടെ യഥാർത്ഥ അനുഭവം മനസ്സിലാക്കാത്ത രീതിയിൽ വേദനിപ്പിക്കുന്ന പല കമൻസും കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പിന്നെ ഇതൊന്നും എന്താ പറയുക, നമ്മളെ ബാധിക്കില്ല എന്നുള്ള കൃത്യമായ തിരിച്ചറിവുള്ളതുകൊണ്ട് പോയി പണി നോക്കുക എന്നുള്ള സമീപനം എന്നും വെച്ച് പുലർത്തിയിട്ടുണ്ട്. അതായത് കാഴ്ചയില്ലാത്തവരെ നിങ്ങൾ എത്ര പിന്നെ വാഴ്ത്തുമ്പോഴും കാഴ്ചയില്ലാത്ത നിങ്ങൾക്കൊരു ത്രെട്ടായിട്ടൊരു കാഴ്ചയില്ലാത്ത ആൾ മാറിയാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയും, ഓന് കണ്ണ് കാണൂലല്ലോ, ഓനത് ചെയ്യാൻ പറ്റൂലേ എന്ന് നിങ്ങൾ തന്നെ അറിയാതെ ചോദിച്ചു പോകുന്ന ഒരവസ്ഥ കൂടി ഉണ്ട്. ഗ്രേറ്റ്. അസ്സലാമു അലൈക്കും. എൻ്റെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉസ്താദിനോടാണ്. ഉസ്താദിന് കാഴ്ച ഉള്ള സമയത്ത് ആ കാഴ്ച എന്നുള്ള ഫാക്ടർ ഇല്ലാതായപ്പോഴും കഴിച്ച ബിരിയാണിക്ക് എന്തെങ്കിലും ടേസ്റ്റിൻ്റെ ഡിഫറൻസ് അങ്ങനെ എന്തെങ്കിലും ഫീൽ ആയിട്ടുണ്ടോ? കാഴ്ചക്കുള്ള അനുഭവത്തിൽ ഫീലിങ്സിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? കാഴ്ച ഉള്ള സമയത്ത് കഴിച്ച വായിലൂടെ തന്നെയല്ല എപ്പോഴും കഴിക്കണേ, പോലെ മാറ്റമൊന്നുമില്ല. അല്ല, അത് കണ്ട് കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് മാറ്റങ്ങളുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കാണാതെ കഴിക്കുമ്പോൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നല്ലോണം കഴിക്കാം. ഇതിനോട് ചേർത്ത് പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയില്ലേ, ഈ കുട്ടികളെയൊക്കെ ഞാനിപ്പോൾ നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോൾ എൻ്റെ മോനെ കാണണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ എനിക്ക് കുട്ടികളുണ്ട്. അപ്പോൾ എൻ്റെ വല്യമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വല്യമ്മ മൂത്ത മോന് ആമിർ സയാൻ
അവനുണ്ടായ ശേഷം റിസു എന്ന് വിളിക്കൂ. റിസുവിനെ കണ്ടപ്പോൾ പറഞ്ഞ് ഉമ്മാൻ്റെ കുട്ടിക്ക് ആ മുഖം കാണൂലല്ലോ എന്നാ. പക്ഷെ എൻ്റെ കുട്ടി ഭയങ്കര ബുദ്ധിമാനായിരുന്നു. കാരണം അവൻ ഒരു വയസ്സൊക്കെ ആകുമ്പോൾ കരണ്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പപ്പ പപ്പ എന്നെടുക്കുന്ന പറയുക. കാരണം ഇവനറിയാം വീട്ടിലാർക്കും കണ്ണ് കാണാതെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പപ്പയ്ക്ക് ഇത് പറ്റുന്നത്. അതായത് നമ്മൾ കുട്ടികളെ കാണുന്നത് കൊണ്ടല്ല, നമ്മൾ തൊട്ടാലും അവരെ കെട്ടിപ്പിടിച്ചാലും അവരോട് സംസാരിച്ചാലും ഒക്കെ സ്നേഹമില്ലേ അല്ലേ ജയ്സലേ? അതെ അത് മാത്രമല്ല, ഇപ്പം നമ്മളെ കുട്ടികളൊക്കെ ഇപ്പം ഈ ഫാമിലിയുള്ള ഒരുവിധം അത് നമ്മളുടെ ഇടപെടലും അതിൽ പ്രധാനമാണ് കേട്ടോ. നമ്മൾ എത്രത്തോളം ഇപ്പോൾ ഒരു സ്ഥലത്ത് തന്നെ അങ്ങനെ കുത്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു സാധനം വരില്ല. നമ്മളിപ്പോൾ വീട്ടിലിങ്ങനെ വണ്ടി പാഞ്ഞ് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്നാളൊരു ദിവസം ഞങ്ങളിപ്പോൾ പുതിയൊരു ക്വാർട്ടേഴ്സിലേക്ക് മാറി, വീട് പണി നടക്കണോണ്ട് കേട്ടോ, പെട്ടെന്ന് തീരാൻ തുറക്കണം എല്ലാവരും. ഏതായാലും ഒരു ക്വാർട്ടേഴ്സിലേക്ക് മാറിയപ്പോൾ ആ സ്ഥലത്ത് നമുക്കറിയാത്തൊരു പ്രിമൈസ് അല്ല. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വടിയേറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോളോട് താഴത്തുള്ളൊരു താത്ത, ആ താത്ത ചോദിച്ച് എത്താ മോളെ, ഓളെ പേര് ചിന്നു വന്നാൽ എത്താ മോളെ എൻ്റെ ഇപ്പല്ല വരുന്നത്, എനിക്കൊന്ന് പിടിച്ചൂടെ? ഓള് പറഞ്ഞ മറുപടിയേ 4ാം ക്ലാസ്സിലെ ഓള് പറഞ്ഞേ ഇപ്പച്ചിക്ക് ഒറ്റക്ക് നടക്കാൻ കഴിയുമല്ലോ, എന്താ പ്രശ്നം എന്ന് ഓള് ചോദിച്ചൊരു ചോദ്യമാണ്. ഇപ്പച്ചിക്ക് ഒറ്റക്ക് നടക്കാൻ കഴിയും, അത് കുഴപ്പമില്ല, ഇവിടെയൊക്കെ ഇപ്പച്ചിക്ക് ഇപ്പം മനസ്സിലായി ഒറ്റക്ക് നടക്കാൻ കഴിയും എന്നുള്ളത്. ഈ ഒരു മറുപടി നമ്മളുടെ ഉള്ളിൽ നിറയ്ക്കുന്ന കോൺഫിഡൻസ് ഭീകരാണ്. നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നിശാന്ത് ജി ചോദിച്ച ചോദ്യം, നിശാന്ത് ജി എന്നല്ലേ ചോദിച്ചത്? അതിലൊരു പ്രശ്നേ, ഇപ്പം നിങ്ങൾ ഈ കറി കൂട്ടുമ്പോഴേ കറിയിൽ മഞ്ഞൾ കുറഞ്ഞാൽ അതിന് ടേസ്റ്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നൂലേ? കാരണം നിങ്ങളെ ടേസ്റ്റ് കണ്ണിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ ഉസ്താദിൻ്റെ പ്രശ്നം, ഉസ്താദ് കാണാതെ ആയി കുറേ കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ ബിരിയാണിയുടെ നിറവും ചിക്കൻ ഡ്രൈ ഫ്രൈയുടെ നിറമൊക്കെ ഉസ്താദ് മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഉസ്താദ് മണവും രുചിയും അതിൻ്റെ ഷെയ്പ്പും. ഇപ്പോൾ ഇന്നലെ ഞാൻ മിനിഞ്ഞാന്ന് വീട്ടിൽ ബിരിയാണി കൊണ്ടുവന്നപ്പോൾ നിങ്ങളെ കാഴ്ചയുടെ പ്രയോക്പേഷൻ ചിലപ്പോൾ നമുക്കും ഉണ്ടാവും. എനിക്ക് പൊന്നിയരിയുടെ ചോറൊട്ടും ഇഷ്ടമില്ല, ചെറിയ ചോറല്ലേ. അതേസമയം നല്ല വേവുന്ന വലിയ തടിച്ച ചോറാണ് എനിക്കിഷ്ടം. പക്ഷേ ഷെയ്പ്പിനോടുള്ള പ്രിയോക്കുപ്പേഷൻ നിങ്ങൾക്ക് കാഴ്ചയിലുണ്ടെങ്കിൽ നമുക്കും അത് ചില രൂപത്തിൽ ചില ഷെയ്പ്പുകൾ ചിലപ്പോൾ നമുക്കും ഉണ്ട്. ചില ആളുകൾക്ക്, എൻ്റെ ബ്രദറിന് തീരെ ചുണ്ണിയായിട്ടുള്ള പൊന്നിയരി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബിരിയാണി ഇന്നപ്പോൾ ചെറിയ അരി ആയപ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു, ഇത് വേണ്ടില്ലായിരുന്നു, കുറച്ചും കൂടി വലിയ അരി മതിയായിരുന്നു എന്ന്. അപ്പോൾ അതുപോലെ ചിലപ്പോൾ ഉണ്ടാവാം. അല്ലാതെ രുചിയെ കാഴ്ച നിയന്ത്രിക്കുന്നൊരവസ്ഥയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പിന്നെ ഒരനുഭവം കൂടി, നമ്മളെ നാട്ടിലൊരു കണ്ണൂർ ഒരു സ്ഥലത്ത് ഒരു പപ്പേട്ട ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പേട്ടൻ്റെ നാട്ടിലെ ഒരാൾ പപ്പേട്ട ഹോട്ടലിൽ ചെന്നപ്പോൾ പറഞ്ഞേ, പപ്പനെ കണ്ണ് കാണൂല അതാരാ പറഞ്ഞേ, പഴംപൊരി എടുത്തിട്ടേ വായിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്, മൂക്കിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മളെ കാഴ്ചയില്ലായ്മയെക്കുറിച്ചുള്ള ഒരു പരിപ്രേക്ഷ്യം. കാഴ്ചയില്ലാത്തവർ സാധാരണ സമൂഹത്തിൽ ഒരിക്കലും അവർ സാധാരണ മനുഷ്യരല്ല. ഒന്നുകിൽ ഭയങ്കര ഉൾക്കാഴ്ച, എന്താ പറയുക, ഒരു ദിവസം എനിക്കൊരു ഒരു കുട്ടി, ഞങ്ങളെ നാട്ടിൽ ദർസോ എന്നൊരു കുട്ടി എനിക്ക് 21 ഉറുപ്പ്യ കൊണ്ട് തന്നു. ഓൻ്റെ ചെലവ് കൂടിയിലെ താത്ത 21 കണ്ണൊട്ടന്മാർക്ക് 21 ഉറുപ്പ്യ കൊടുക്കാൻ നേർച്ചാക്കിയത്. ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടി എൻ്റെ താത്താക്ക് മൊത്തം ഒരാൾക്ക് കൊടുക്കാനെങ്കിലും നേർച്ചാക്കി കൂടായിരുന്നോ, അതുകൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാവുമായിരുന്നു എന്ന്. അപ്പോൾ കാഴ്ചയില്ലാത്തവർ പൊതുവിൽ അസാമാന്യ ശേഷിയുള്ള മനുഷ്യന്മാർ, അതല്ലെങ്കിൽ എന്താണ്, ഒന്നിനും കൊള്ളാത്ത പാവം. ഒരിക്കൽ കൊണ്ടോട്ടിയിൽ ബസ് ഇറങ്ങിയിട്ട് 4 പേര് കാഴ്ചയില്ലാത്തവർ നിൽക്കുമ്പോൾ നമ്മളെ കയ്യിലൊക്കെ പൈസ വെച്ചു തന്നു. അപ്പോൾ എനിക്കിത് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ കൈ അങ്ങോട്ട് വലിച്ചു. അപ്പോൾ കുറേ നേരം അയാൾ നിന്നിട്ട് ഇതും കൂടി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് കൊടുത്തിട്ട് പോയി. അപ്പോൾ അവിടുന്ന് ഒരു പെണ്ണ് പറയാം, ഓനെ ഇത് ഉള്ളോടത്തുള്ളതാണെന്ന് തോന്നുന്നത്. അപ്പോൾ ആളുകളൊരു ഫീലിംഗ് എന്താ, നിങ്ങൾക്ക് ഇത് തന്നാൽ നിങ്ങൾ വാങ്ങിയിരിക്കണം എന്നാ. ഒറ്റ സെക്കൻഡ്. ഇതിനോടനുബന്ധിച്ചേ എനിക്ക് വേറൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഈ സാറ് പൈസ തരുന്ന കാര്യം പറഞ്ഞില്ലേ, അപ്പോൾ അതിനോടനുബന്ധിച്ച് എൻ്റെ ലൈഫിൽ നടന്നൊരു കാര്യം, ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു സോങ്ങിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് നിൽക്കുക, വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. അപ്പോൾ ഇവനിങ്ങനെ ക്യാമറ ഷൂട്ട് ചെയ്യുന്നുണ്ട്, അപ്പുറത്ത് പാട്ടിട്ടിട്ട് ഞാനിങ്ങനെ അതിൻ്റെ കൂടെ പാടുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കാക്ക വന്നിട്ട് എൻ്റെ കയ്യിലൊരു 50 ഉറുപ്പ്യ വെച്ച് തന്നു. അപ്പോൾ ഷൂട്ട് കട്ടായി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എടാ എന്താ പറ്റിയത്? അത് ഫ്രെയിമിലൊരു കാക്ക വന്നു, എന്നിട്ട് എന്തായി പറന്നു പോയോന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, അല്ല നേരത്തെ പൈസ തരാൻ വേണ്ടിയിട്ടുള്ള കാക്ക. ഓ ആ കാക്ക. അപ്പം അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ പാട്ട് പാടുക എന്നുള്ളത് കൊണ്ട്
പാട്ട് പാടുന്ന കാഴ്ചയില്ലാത്ത ആളുകൾ എവിടെയെങ്കിലും പോയി പിന്നെ നല്ല സ്പേസിൽ പോയിട്ട് പാട്ട് പാടിയാൽ അതൊക്കെ പൈസ തരാൻ വേണ്ടിയിട്ടാന്നുള്ളൊരു കാഴ്ചപ്പാട് എനിക്കിങ്ങനെ ഓർത്തു പോവുകയാണ് ഞാൻ. ഇത് പെരിന്തൽമണ്ണ ബസ് സ്റ്റാൻഡിൽ ഇതേമാതിരി ഒരു സെഷൻ ക്ലാസ് എടുത്തിട്ട് ഞാനിങ്ങനെ തിരിച്ച് നടന്നു വരികയാണ്. നടന്നു വരുന്ന സമയത്ത് എൻ്റെ ബാഗിൻ്റെ ഷോൾഡർ പൊട്ടീന്. അപ്പോൾ ഈ ഷോൾഡർ മാറ്റണം. അപ്പോൾ ഞാൻ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നടന്നു പോകട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എഴുതിയിരുന്നു, ഫർഹാൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് ഒരു ചേച്ചിൻ്റെ വിളി, ഹലോ. ഞാൻ ഒന്നും മുണ്ടിയില്ല, മുന്നോട്ട് നടന്നു. കാരണം എങ്ങോട്ടാണ് ഈ ഹലോ പോകണമെന്ന് എനിക്കറിയില്ലല്ലോ. വീണ്ടും മുന്നോട്ട് ഗമിച്ചു, ഹലോ. മുണ്ടിയില്ല, മുന്നോട്ട് പോകണം. കാരണം എനിക്ക് ഈ ബാഗ് മാറ്റണം, നല്ല വേദന ഉണ്ട് ഒറ്റ ഷോൾഡർമേലായിട്ട്. പിന്നെ മുമ്പത്തേക്ക് കൃത്യമായിട്ട് ഉന്നം വെച്ച് വിളിച്ചു, ഹലോ കണ്ണാണാത്ത ആളെ. ആ സെറ്റാണ്. അപ്പോൾ കണ്ണാണാത്ത ആളെ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ച് അങ്ങോട്ട് ബാക്കിൽ നിന്നാണ് വിളി വരുന്നത്. ഞാൻ ചേച്ചീൻ്റെ നേരെ തിരിഞ്ഞു. ചേച്ചി ഇങ്ങോട്ട് ഓടി വന്നുകാണ്ടേ എൻ്റെ കയ്യിൽ ഒരു 20 ഉറുപ്പ്യ തന്നിട്ട് പറഞ്ഞു, എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോ. നല്ല രസമുണ്ടല്ലേ? ആ, എന്നോട് പറഞ്ഞു എങ്ങനെയെങ്കിലും പോയി ജീവിച്ചോ. എനിക്ക് ഭയങ്കര ഇൻസൾട്ടാണ് തോന്നിയത്. 2 കാരണം കൊണ്ടാണ് ഇൻസൾട്ട് തോന്നാൻ കാര്യം. ഒന്ന് ചേച്ചി ആ പറയുന്ന ടോണിൽ കൃത്യമാണ്. ചേച്ചി ഏതോ ഹൈ റേഞ്ചിലുള്ളതാണ്. കണ്ണ് കാണാത്തതുകൊണ്ട് മാത്രം ജെയ്സൽ 5 കായ്ക്ക് പറ്റാത്തൊരു മനുഷ്യൻ. ഒന്ന്. രണ്ടാമത്തെ 20 ഉറുപ്പ്യ തന്നുകൊണ്ടാണ് ഈ പറയണത് എങ്ങനെയെങ്കിലും പോയി ജീവിച്ചു. ഒരു ലൈമ് കുടിച്ചാൽ ബാക്കി 2 ഉറുപ്പ്യ കിട്ടുക. അല്ല, നമ്മളോട് ആൾക്കാർ പൈസ തരലുണ്ട് കേട്ടോ, അങ്ങനെ നിങ്ങൾ ദോരക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങളവിടെ വെച്ചോളൂ, നമ്മൾ ദോരക്കട്ടോ, പ്രശ്നമൊന്നുമില്ല, അതെന്തിനാ ഞങ്ങൾ പൈസ തരണേന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാറുണ്ട്. ഇത് എന്തോ ഒരു ജായി ടോണ്. ഞാൻ എന്ത് ചെയ്ത് ആ ചേച്ചീൻ്റെ കൈ മുറുക്കി പിടിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റ് കൈയിട്ടുങ്ങാണ്ടേ ഒരു 50 ഉറുപ്പ്യ അങ്ങോട്ട് എടുത്ത്, എന്നിട്ട് ഈ 20ഉം 50ഉം കൂടെ ചേർത്തിട്ട് ഒരു 70 ഉറുപ്പ്യ അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് 70 ഉറുപ്പ്യ ഉണ്ട്, നിങ്ങൾ പോയി ആർഭാടായിട്ട് ജീവിച്ചോളൂ. ഏതായാലും അപ്പോൾ എന്തായാലും ആ ചേച്ചി എന്തായാലും ഒരാളോട് ഹെൽപ്പ് വേണമെന്ന്, ഇനി ഭാവിയിൽ ഹെൽപ്പ് വേണമെന്ന് ചോദിക്കാതെ ഒരാൾക്കും അങ്ങനെ പൈസ കൊടുക്കൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇങ്ങനെ ഈ സാധനത്തിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. അപ്പോൾ നിർത്തണം. ഇതിൻ്റെ ഒരു പ്രശ്നേ ഇപ്പോൾ സമൂഹത്തിൽ കാഴ്ചയില്ലാതെ നിങ്ങളുടെ സാമ്പത്തിക സേവനം അർഹിക്കുന്ന പാട്ടുപാടുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, നമ്മളെ സ്റ്റാൻഡിലൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരോട് സഹതാപം കാണിക്കേണ്ട നമ്മൾ പറയൂല, നമ്മളതിനെ മാറ്റിയെടുക്കാനാണ് ഞങ്ങളുടെ സംഘടനയൊക്കെ ശ്രമിക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് എല്ലാവരെയും അതിലാക്കണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം എന്നെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു പൈസ 10 ഉറുപ്പ്യ തരേണ്ട ഒരാളെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ പിന്നെ ഇവനെ പെർഫോമൻസ് ആക്കാം. തീർച്ചയായും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടുപോകുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. പക്ഷേ നമ്മൾ ഒരുപാട് സംസാരം തന്നെ ആവണ്ടെന്ന് കരുതിയിട്ടാണ്. പക്ഷേ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഓഡിയൻസാണ്, നിറഞ്ഞു നിൽക്കുന്ന ഓഡിയൻസാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനമായിട്ടും ജെയ്സലിൻ്റെയും ആഷിഖിൻ്റെയും പെർഫോമൻസിലേക്ക് നമുക്ക് കടക്കാം അല്ലേ? കിടക്കാം. ഓക്കെ.